ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ BA എക്കണോമിക്സിൽ ഫസ്റ്റ് സെം ആയ മൈനർ വിഷയമായ സെക്ടർ കോൺട്രിബ്യൂഷൻസ് ഇൻ ഇന്ത്യൻ എക്കണോമിയിലെ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ടിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ പ്രൈമറി സെക്ടർ ഓഫ് ദ എക്കണോമി ആൻഡ് പ്രൊവൈഡ് ടു എക്സാമ്പിൾസ്. അതായത് സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക മേഖല നിർവചിച്ച് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അതായത് സമ്പദ് വ്യവസ്ഥയുടെ തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. പിന്നെ മൂന്നാമത് ആധുനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് തൃതീയ മേഖല എങ്ങനെ സംഭാവന ചെയ്യുന്നു, തെററ്റിക്കൽ സെക്ടർ എങ്ങനെ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നു എന്നതാണ്. പിന്നെ നാലാമത് സാമ്പത്തിക ആസൂത്രണത്തിൽ മേഖലാ ഘടന വിശകലനം ചെയ്യാനാണ് നാലാമത്തത്. ഇനി 5 മാർക്കിന് ഏതൊക്കെയാണ് നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ദ സെക്ടർ പൊസിഷൻസ് ഓഫ് ദ ഇന്ത്യൻ എക്കണോമി ഫ്രം ഇൻഡിപെൻഡൻസ് ടു പോസ്റ്റ് ലിബറലൈസേഷൻ. പിന്നെ അതേപോലെ രണ്ടാമത്തെ എന്താ നോക്കാം. 1991 ശേഷമുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ തൃതീയ മേഖലയുടെ പങ്ക് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ GDPയിൽ പ്രാഥമിക മേഖലയുടെ പ്രാധാന്യം കാലത്തിനനുസരിച്ച് മാറിയത് എങ്ങനെയാണ്, ഉദാഹരണം നൽകാനാണ്. പിന്നെ നാലാമത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് തൃതീയ മേഖലയുടെ സംഭാവന ചർച്ച ചെയ്യാനാണ്. ഇനി 10 മാർക്കിന് ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മേഖലാ ഘടനയും സാമ്പത്തിക ആസൂത്രണത്തിലും വളർച്ചയിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യാനാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഇന്ത്യയുടെ GDPയിലേക്ക് പ്രാഥമിക തൃതീയ മേഖലയുടെ സംഭാവനയിലെ ചരിത്രപരമായ മാറ്റങ്ങൾ കണ്ടെത്തുക. അതേപോലെ ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ വികസന തത്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ്. പിന്നെ മൂന്നാമത്തെ ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക ഘടന രൂപപ്പെടുത്തുന്നതിന് പ്രാഥമിക തൃതീയ മേഖലയുടെ പങ്ക് പരിശോധിക്കുക. പിന്നെ ഓരോ മേഖലയിലും ഉള്ള വെല്ലുവിളികളും അവസരങ്ങളും എന്തൊക്കെയാണ് എന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂൾ നോക്കാം. രണ്ടാമത്തെ മൊഡ്യൂളാണ് പെർഫോമൻസ് ഓഫ് പ്രൈമറി സെക്ടർ. ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാർഷിക മേഖലയുടെ പങ്ക് എന്താണ്. രണ്ടാമത്തെ കോപ്പിംഗ് പാറ്റേൺ നിർവഹിച്ച് 2 ഉദാഹരണങ്ങൾ എഴുതാനാണ്. പിന്നെ മൂന്നാമത്തെ എന്താണ് ഭൂപരിഷ്കരണങ്ങൾ, ഇന്ത്യൻ കൃഷിക്ക് അവ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്. പിന്നെ നാലാമത്തെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നാണ്. പിന്നെ അഞ്ചാമത്തെ ഇന്ത്യൻ കൃഷി നേരിടുന്ന 2 പ്രധാന വെല്ലുവിളികൾ എഴുതാനാണ്. പിന്നെ ആറാമത്തെ കാർഷിക വില നയത്തിൽ MSPയുടെ എന്താണ് എന്നാണ്. അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്താണ് എന്നാണ്. പിന്നെ അതേപോലെ ഇന്ത്യൻ കാർഷിക വിപണിയുടെ പ്രാധാന്യം എന്താണ്. പിന്നെ എട്ടാമത്തെ ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ഇനി നമുക്ക് 5 മാർക്കിന് ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ കോപ്പിംഗ് പാറ്റേണിന്റെ പ്രധാന സവിശേഷതകളും അവ പ്രദേശങ്ങളിലുടനീളം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചർച്ച ചെയ്യാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ കാർഷിക ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും ഉണ്ടായ പ്രധാന പ്രവണതകൾ വിശദീകരിക്കാനാണ്. പിന്നെ മൂന്നാമത്തെ ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ പ്രാധാന്യവും സ്വാധീനവും വിശദീകരിക്കാനാണ്. വിത്ത്, വളം, ജലസേചനം തുടങ്ങിയ കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വഹിക്കുന്ന പങ്ക് എന്താണെന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കാർഷിക വിപണനത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, കാർഷിക വിപണിയിലെ വെല്ലുവിളികൾ എന്താണെന്നതാണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കാർഷിക വില നയത്തിന്റെ ഫലപ്രാപ്തി വിശദീകരിക്കാനാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയിലെ സബ്സിഡികളുടെ പങ്ക് ചർച്ച ചെയ്യുക. അതേപോലെ അവ കാർഷിക വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചർച്ച ചെയ്യാനാണ്. പിന്നെ എട്ടാമത്തെ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷ എന്ന ആശയം പൊതുവിതരണ സംവിധാനത്തിന്റെ പങ്ക് വിശദീകരിക്കാനാണ്.
ഇനി 10 മാർക്കിന് വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം ചെലുത്തിയ സ്വാധീനം വിശകലനം ചെയ്യുക. അതേപോലെ കാർഷികരിലും പരിസ്ഥിതിയിലും അതിന്റെ ഗുണപരവും അതേപോലെ പ്രതികൂലവുമായ ദോഷങ്ങൾ എന്താണ് ചർച്ച ചെയ്യാനാണ്. പിന്നെ രണ്ടാമത്തെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ഭൂപരിഷ്കരണങ്ങൾ പരിശോധിക്കുക. പിന്നെ അതേപോലെ കാർഷിക ഉൽപാദനക്ഷമതയും ഗ്രാമീണ അസമത്വവും മെച്ചപ്പെടുത്തുന്നതിന് അവർ എത്രത്തോളം വിജയിച്ചു എന്നതാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കാർഷിക വില നയം വിമർശനാത്മകമായി വിലയിരുത്താനും പിന്നെ അതേപോലെ തന്നെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ അപ്പം MSP എത്രത്തോളം ഫലപ്രാപ്തമായി എന്നതാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ എന്ത് നയപരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നതാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ കാർഷിക ധനകാര്യത്തിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ചെറുകിട കർഷകർക്ക് വായ്പാ ലഭ്യത എങ്ങനെ മെച്ചപ്പെടുത്താം? അപ്പൊ ആറാമത്തെ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കാർഷിക സബ്സിഡിയുടെ പങ്ക് എന്താണെന്ന്, പിന്നെ അതേപോലെ ഈ സബ്സിഡികൾ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി നീതിയുക്തമാക്കും എന്നതാണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കുക. അതേപോലെ ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിൽ സർക്കാരിന്റെ നയങ്ങളും പൊതുവിതരണ പദ്ധതികളും എത്രത്തോളം ഫലപ്രാപ്തിയാണെന്നും അപ്പൊ എഴുതാനാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളാണ് പെർഫോമൻസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പൊ അതിലെ പ്രധാന ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളുടെ പങ്ക് എന്താണ്? പിന്നെ ഇന്ത്യയിലെ 2 അടിസ്ഥാന വ്യവസായങ്ങളുടെ അവയുടെ ഇമ്പോർട്ടൻസ് എന്താ എഴുതാന്. പിന്നെ മൂന്നാമത്തെ 1991 അപ്പോൾ വ്യാവസായിക നയത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതാണ്. പിന്നെ നാലാമത് സ്വകാര്യവൽക്കരണവും ഓഹരി അപ്പോൾ വിറ്റഴിക്കലും നിർവഹിക്കാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവ പ്രധാനമായിരിക്കുന്നത് എന്നും എഴുതാനാണ്. അപ്പോൾ ഇന്ത്യൻ വ്യവസായങ്ങൾ നേരിടുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ്. പിന്നെ എന്തൊക്കെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അപ്പോൾ പിന്നെ അതേപോലെ അതിനൊരു ഉദാഹരണം എഴുതണം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കുടിൽ വ്യവസായങ്ങളുടെ പങ്ക് എന്താണ് എന്നാണ്. ഇനി 5 മാർക്കിന് വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് മൂന്നാമത്തെ മൊഡ്യൂൾ ചാൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. അപ്പൊ ഇന്ത്യയിലെ പഞ്ചമത്സര പദ്ധതി കാലയളവിലെ വ്യവസായങ്ങളുടെ പ്രകടനം എന്താണ് ചർച്ച ചെയ്യാനാണ്. പിന്നെ ഇന്ത്യയിലെ കുടിൽ വ്യവസായങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ ഹരിത വിപ്ലവം ചെലുത്തിയ സ്വാധീനം വിശകലനം ചെയ്യാനാണ്. പിന്നെ 1991 ഇന്ത്യയുടെ വ്യവസായ നയത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് വ്യവസായിക വളർച്ച എങ്ങനെ ബാധിച്ചു എന്നതാണ് നാലാമത്തെ ക്വസ്റ്റ്യന്. പിന്നെ അഞ്ചാമത്തേത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്ക് എഴുതാനാണ്. പിന്നെ ആറാമത്തേത് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഓഹരി വിറ്റഴിക്കലിന്റെയും പരിപാടികളുടെ പ്രാധാന്യം എന്താണ് എന്നാണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആഗോള വിപണിയിൽ ഇന്ത്യൻ വ്യവസായങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ് എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നോക്കേണ്ടത്. പിന്നെ 10 മാർക്കിന് വരാനുള്ളത് എല്ലാം ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേക ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നാലാമത്തെ മൊഡ്യൂളാണ് പെർഫോമൻസ് ഓഫ് ദ സർവീസ് സെക്ടർ. അപ്പൊ ഇതില് ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ GDPയിൽ സർവീസ് സെക്ടർ സംഭാവന എന്താണ്? പിന്നെ ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സേവന മേഖല എങ്ങനെയാണ് സംഭാവന നൽകിയത്? അപ്പൊ ICT നിർവചിക്കാൻ, അതേപോലെ ഇന്ത്യയിലെ സേവന മേഖലയുടെ വളർച്ചയ്ക്ക് ഇത് എങ്ങനെ സംഭാവന നൽകി എന്നതാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന സേവന കയറ്റുമതി എന്തൊക്കെയാണ്? പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സേവനങ്ങളിലെ വിദേശ വ്യാപാരം എങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരണത്തിലേക്ക് സംഭാവന ചെയ്യുന്നത് എന്നതാണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച സേവന വ്യവസായത്തിലെ ഒരു പ്രധാന മേഖല പരാമർശിക്കാനാണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റുന്നതിൽ ICT എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നതാണ്.
അപ്പൊ 5 മാർക്കിന് വരാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സേവന മേഖലയുടെ വളർച്ച ചർച്ച ചെയ്യാന് അതിന്റെ വികസനത്തിൽ എന്ത് ഘടകങ്ങളാണ് സംഭാവന നൽകിയത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അപ്പൊ സർവീസ് സെക്ടർ മേഖലയുടെ സ്വാധീനം വിശദീകരിക്കാൻ കാര്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സേവന മേഖലയുടെ ഉദാഹരണം ഇതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മേഖലയുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ്? പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ സേവനങ്ങളിൽ വിദേശ വ്യാപാരത്തിന്റെ പങ്ക് വിശദീകരിക്കാൻ, അതേപോലെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനു വ്യാപാര ബാലൻസ് മെച്ചപ്പെടുത്തുന്നത് ഇത് എങ്ങനെ സഹായിക്കുന്നു എന്നതാണ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ സേവന കയറ്റുമതിയിൽ ICT മേഖലയുടെ പ്രാധാന്യം ചർച്ച ചെയ്യുക. പിന്നെ അതേപോലെ BPO സേവനങ്ങളുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയതെങ്ങനെ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും വൈവിധ്യവൽക്കരണത്തിനും സർവീസ് സെക്ടർ എങ്ങനെയാണ് സംഭാവന നൽകിയത് എന്ന് വിശദീകരിക്കാൻ, അതേപോലെ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ നിന്നുള്ള സേവന കയറ്റുമതിയുടെ പ്രധാന മേഖലകൾ എന്തൊക്കെയാണ്? അതേപോലെ ഈ മേഖലകൾ എങ്ങനെയാണ് വിദേശ നാണ്യ ശേഖരണത്തിലേക്ക് സംഭാവന നൽകിയത്? അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പൊ ഈ ഒരു 4 മൊഡ്യൂൾ ഇമ്പോർട്ടൻസ് ആയിക്കാണ്ട് വരുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ് കേട്ടോ.